Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വേറൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വരുന്നത് കേട്ടോ. സ്പെഷ്യൽ ഒന്നും ആയിരിക്കില്ല, പക്ഷെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സാധനമാണ് ദോശ അല്ലേ, എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ. അപ്പോൾ ദോശയിൽ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഞാൻ കുറച്ച് ദിവസം മുമ്പ് അറിഞ്ഞ് ദോശയിലും നമുക്ക് ഇതുപോലെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പറായിട്ട് വന്നു. കിഡ്സിനാണെങ്കിലും അഡൽട്സിനാണെങ്കിലും ഇത് അടിപൊളിയാവും കേട്ടോ, ഒരു സംശയമില്ല. ഒരു 5 മിനിറ്റ്സും കൂടി വേണ്ട, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സെയിം ടൈം മതി ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീക്കെൻഡാണ് ബെസ്റ്റ് ടൈം ഇതിനൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് എഗ് ദോശ. എഗെയിൻ ഇത് കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറേ പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഞാനൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപ്പോൾ യൂഷ്വലി എൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു മീഡിയം ദോശയ്ക്കാണെങ്കിൽ ഒരു എഗ്ഗ് മതി കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചും കൂടി വലിയ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒനിയൻസ് ഇടാണ് കേട്ടോ, കുറച്ച് ഗ്രീൻ ചില്ലീസ്, നമ്മുടെ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാം. പിന്നെ ദോശമാവ് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമുള്ള ഒരു സാധനമല്ലേ ദോശമാവ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ എഗ് ദോശ റെഡിയായി. അതേ ദിവസം നമ്മുടെ കയ്യിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്മൾ ബീറ്റ് ചെയ്യില്ലേ, എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഈ ചിക്കൻ, ഷ്രെഡഡ് ചിക്കൻ അല്ലെങ്കിൽ ഷ്രെഡഡ് ബീഫായിട്ട് നമ്മൾ ഈ എഗ്ഗിൽ ബീറ്റ് ചെയ്തിട്ട് അത് ഓംലെറ്റ് പോലെ ദോശയുടെ മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിക്കനും ഇല്ല, ബീഫും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് മാത്രം വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ലെവലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ചീസ് ദോശ ഉണ്ടാക്കാൻ പോണേ. അതും വളരെ പോപ്പുലർ ആണെന്നറിയാം, ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവാം. പക്ഷെ എന്നാലും കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ചീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് വലിയ ദോശയല്ല ഉണ്ടാക്കുന്നത്, ചീസിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണ്ട പറഞ്ഞിട്ട് ഒരു കുഞ്ഞ ദോശ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിനും ഇതുപോലെ ഷ്രെഡഡ് ചീസ് ഉണ്ട്, കുറച്ച് ഷ്രെഡഡ് ക്യാരറ്റ് ഉണ്ട്, ഒനിയൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ചില്ലീസ് ഉണ്ട്, കുറച്ച് പെപ്പർ പൗഡർ ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഡ്ഡലി പൊടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ദോശ. നെക്സ്റ്റ് ദോശയാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ.
എന്താ അറിയില്ലേ, ചോക്ലേറ്റ് ദോശ. അപ്പോൾ ചോക്ലേറ്റ് ദോശ ശരിക്കും എന്താ നമ്മൾ ചെയ്യുക വെച്ചാൽ ന്യൂട്ടെല്ല വെച്ചിട്ട് ഉണ്ടാക്കുക. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം ന്യൂട്ടെല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറി മിൽക്കിനെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. എന്നിട്ട് ഇത് കുറച്ച് ബട്ടർ, കുറച്ച് കാഷ്യൂനട്ട്. എന്താ കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ നമ്മളെ പോലുള്ളവർ കഴിക്കുകയാണെങ്കിൽ ഇത് കഴിച്ച് നേരെ ജിമ്മിൽ പോവുക, 1.5 hours വർക്കൗട്ട് ചെയ്യാം, പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ ആരും രാത്രി കിടന്നുറങ്ങില്ല ഗിൽറ്റ് അടിച്ചിട്ട്. അപ്പോൾ പക്ഷെ കുട്ടികൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഇപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഈവനിങ് വരുമ്പോൾ ഈവനിങ് ഒരു ചോക്ലേറ്റ് ദോശയൊക്കെ ചീസ് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു 100 പ്രാവശ്യം ആലോചിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നിപ്പോൾ റിവ്യൂ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, കാരണം ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒന്ന് ചോക്ലേറ്റ് ദോശ, ഒന്ന് ചീസ് ദോശ, ഒന്ന് ഓംലെറ്റ് ദോശ. ഇനി ഞാൻ ഓരോന്നായിട്ട് നോക്കിയിട്ട് സിൻസിയർ ആയിട്ടുള്ള റിവ്യൂ പറയാം കേട്ടോ. നോക്കട്ടെ. ആദ്യം ഇപ്പോൾ എഗ് ദോശ ഞാൻ നോക്കണേ. നല്ലൊരു ഓംലെറ്റ് കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദോശയുടെ ഫ്ലേവറിനേക്കാളും വരുന്നത് എഗ്ഗാണ് കേട്ടോ. പക്ഷെ ആ പൊടിയുടെ ടേസ്റ്റും ഇഡ്ഡലിപ്പൊടിയുടെ ടേസ്റ്റും പെപ്പർ പൗഡറൊക്കെ നന്നായി വരുന്നുണ്ട്, നന്നായിട്ട് അടിപൊളിയാണ്. ഇനി ഞാൻ ചീസ് ദോശയും ചോക്ലേറ്റ് ദോശയും, അതാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ചീസ് ദോശ സൂപ്പർ, അടിപൊളി. നല്ല ചീസിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, പെപ്പർ പൗഡറും. എനിക്ക് ചീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓംലെറ്റ് ദോശയെക്കാളും ഇഷ്ടമായത് ചീസ് ദോശയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ദോശയാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇതൊന്നും പറയാനില്ല കേട്ടോ. എന്താ ഒരു ടേസ്റ്റ്, നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്, നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ്. എന്താ പിന്നെ പറയാനുള്ളത്, അടിപൊളി കേട്ടോ, സൂപ്പർ. ഇങ്ങനെ ഇടയ്ക്കൊരു ദോശയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ നല്ല സുഖമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു. നിങ്ങൾ ഇതുപോലെ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നോക്കൂ, അടിപൊളി. എല്ലാവർക്കും ഇഷ്ടമാവും, എസ്പെഷ്യലി കിഡ്സിന് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.